ടൈറേ അപ്പായ വേണ്ടേ? അങ്ങനെ വിഷമമാണ്. അപ്പായ കണ്ടോടാ, കണ്ടോ? കണ്ടോ? ഈ മതിൽ ചാടി ആംബുലൻസില് ഞങ്ങളുടെ ആൾക്കാർ കയറുന്നിടം വരെ ഇങ്ങനെ നിന്ന് ആ തിക്കും തിരക്കിലും നിന്നേച്ച് അവൻ ലാസ്റ്റ് ചാടി കയറി താച്ചാനെ കാണാനായിട്ട് ഇങ്ങനെ ചെന്ന് ഇങ്ങനെ നിൽക്കുക. ആരാണ്ട് ഇങ്ങനെ പിടിച്ച് എടുക്കുന്നു. അത്രത്തോളം സ്നേഹമാണ് മരിക്കുന്ന അന്ന് ആ ജനലിന്റെ അവിടെ ചെന്ന് നിന്ന് കൈ പിടിച്ച് നിന്ന് വലിയ വായിലും കരഞ്ഞു. എല്ലാരും ഭയങ്കര നിലവിളിയായിരുന്നു. അന്ന് രാത്രിയെല്ലാം മരിച്ചു. തന്റെ യജമാനന്റെ വിയോഗ വാർത്ത അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ ഒന്ന് കുറച്ചിട്ടില്ല. ചെറുക്കോ അതാ തെരുവിന്ന് എടുത്തോണ്ട് വഴിയറമ്പിന്ന് എടുത്തോണ്ട് വന്ന ഇവിടെ കൊണ്ടുവന്ന് അന്ന് മുതൽ അവനെ അത് പൊന്നുപോലെ അച്ഛൻ വളർത്തും. ഞങ്ങളെല്ലാരും വഴക്ക് പറഞ്ഞു പട്ടി നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. അന്നേരം പട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം അച്ഛന്. അവനെ കുളിപ്പിച്ച് പാലും മുട്ടയും എല്ലാം കൊടുത്ത് ഇങ്ങനെ ആളായി ബാത്റൂം ഇവിടെ ഉള്ളുമൊക്കെ ചെയ്ത് ഞങ്ങൾ വഴക്ക് പറഞ്ഞാലും അച്ഛൻ അതൊക്കെ അങ്ങനെ അങ്ങ് സ്നേഹമായിട്ട് അവനെ വളർത്തിയത്. അത് കഴിഞ്ഞ് അവന് ഇഷ്ടപ്പെട്ട ആഹാരമേ കൊടുക്കത്തുള്ളൂ. അവന് ചിക്കൻ വേണം. വയ്യാതെ വന്നാലും ഓട്ടോയ്ക്ക് പോയി ചിക്കൻ മേടിച്ചൊന്ന് ഫ്രിഡ്ജ് വെച്ചേക്കും. അങ്ങനെ നാച്ചാൻ കഴിക്കാൻ ഇരിക്കുന്ന ഉടനെ അവൻ ചെന്ന് അവൻ്റെ വായിലും അവർ രണ്ടുപേരും ഒന്നിച്ചേ കഴിക്കത്തുള്ളൂ. അത്രയ്ക്ക് പട്ടി സ്നേഹം ജീവിതത്തിൽ ഒഴിക്കാൻ വയ്യ നാച്ചാന്. അങ്ങനെ ഈ സന്ധ്യയ്ക്ക് ഊണ് കഴിഞ്ഞേച്ച് ഇവിടെ വാടാന്ന് വിളിച്ചാൽ മതി, ഓടിച്ചെന്ന് കട്ടിലേ ചാടി കയറും. അവർ രണ്ടും കൂടെ കിടന്നുറങ്ങും. രാവിലെ 6 മണി വരെ അവിടെ കിടക്കും. അത് കഴിഞ്ഞ് താച്ചാൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഇവൻ പാത്തിരിക്കനെ കൊണ്ടുപോകത്തില്ലല്ലോ. അവൻ മുന്നേ ഓടും. ആ പുറകിന് പോയി രണ്ടുപേരും കൂടെ പോയി ചെയ്താൽ രണ്ടുപേരും കൂടെ വരും. പള്ളിയിലെ പൂട്ടി പെരക്കാത്ത റൂമിൽ പൂട്ടി ഇട്ടേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ പള്ളിയിൽ വരും. പട്ടിക്കൂടിനകത്ത് കയറത്തില്ല. അവൻ താച്ചാൻ ഇടത്തുമില്ല. അവനിങ്ങനെ കാണും. നമ്മൾ പൂട്ടി ഇന്ന് ഇട്ടാൽ തന്നെ താച്ചാൻ ഊരി വിടും. അവൻ നടന്നോട്ടോ. അവൻ എൻ്റെ ഒക്കെ വന്ന് TV കാണായിരുന്നു. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് TV കാണും. അവനും സെറ്റിയെ കയറി അവിടെ ഇരിക്കും. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാ. അങ്ങനായി പിന്നെ താച്ചാൻ സുഖമില്ലാതായി. ക്യാൻസറായിരുന്നു. തൊണ്ടയ്ക്കൊരു അസ്വസ്ഥത പോലെ വന്നു. ആശുപത്രിയിലെല്ലാം കാണിച്ചു. പിന്നെ വിലുവേഴ്സിലായിരുന്നു അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ മുതൽ എല്ലാവരും പറഞ്ഞു പട്ടിയെ കയറ്റണ്ടെന്ന് പറഞ്ഞു. എന്നാലും കേൾക്കത്തില്ല. പട്ടി കൂടാന്ന്. അങ്ങനായി പിന്നെ തൊണ്ടയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ പരിച്ഛേദം പട്ടി ഞങ്ങൾ റൂമിൽ കയറ്റാതായി. കൂടെ വല്ലതും കയറുമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞായിരുന്നു. അന്നേരം ഇവൻ്റെ ബുദ്ധി ഇവൻ രാവിലെയും വൈകിട്ടും ചെന്ന് ഇങ്ങനെ നോക്കും റൂമിനകത്ത്. അപ്പം എന്ത് ചെയ്യുന്നു ഇങ്ങനെ നോക്കുന്നുണ്ടെ കാണിക്കും. മോൻ പൊക്കോടാന്ന് പറയും. മോൻ പൊക്കോടാന്ന് പറയുമ്പോൾ അവൻ മാറി തിണ്ണയിലിരിക്കും. അത് കഴിഞ്ഞേച്ച് പിന്നെയും സന്ധ്യ ആകുമ്പോൾ അതുപോലെ പിന്നെയും ചെന്ന് നോക്കും. ഇങ്ങനെ കൈ കാണിക്കും പൊക്കോളാന്ന്. അങ്ങനെ അവൻ അങ്ങ് പോയി. അങ്ങനെ ലാസ്റ്റ് പിന്നെ സീരിയസ് ആയതാണ് വെച്ചാൽ കൂടിയ അസുഖമായപ്പോൾ ആ ജനലിൻ്റെ അവിടെ പോയി നിന്നും കാണും. അതിന് മരിക്കുന്ന അന്ന് അവിടെ കമ്പിയെ പിടിച്ചുകൊണ്ടിരുന്ന് കരഞ്ഞു. അറിഞ്ഞപ്പോഴും ഞാൻ ചോദിച്ചു എന്തിനാടാ നീ കരയെന്ന് ചോദിച്ചു. പക്ഷെ അന്ന് മരിക്കുന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല. അന്ന് രാത്രിയില്ല. അവന് മനസ്സിലായി. അന്ന് രാത്രി മരിച്ചു കഴിഞ്ഞ് താച്ചാനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് ആംബുലൻസിന്റെ പുറകിൽ കൂട്ടി. ആ കരച്ചിലൊന്നും ആരും കണ്ടു നിൽക്കത്തില്ല. അത് കഴിഞ്ഞ് നായ കരയോന്നൊക്കെ പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. അതുപോലത്തെ കരച്ചിലായിരുന്നു. പിന്നെ അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവനെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പൂട്ടിയിട്ടിടത്തു നിന്ന് അവൻ രാവിലെ മുതലുള്ള മത്സരം അതിനകത്ത് കിടന്ന് എങ്ങനെ പുറത്ത് ചാടണമെന്നുള്ളത്. ആ കതവ് കടിച്ച് പറിച്ച് ചാടി മതിൽ ചാടി. ഇവിടെ എല്ലാം ആളായിരുന്നു. ഞാൻ എല്ലാവർക്കും വലിയൊരു മതിപ്പുള്ള മനുഷ്യനായിരുന്നു. അന്നേരം ആളുകൊണ്ട് നിൽക്കാൻ വരുന്നു. അവന് മതിൽ ചാടി ആംബുലൻസിൽ ഞങ്ങളുടെ ആൾക്കാർ കയറുന്നിടം വരെ ഇങ്ങനെ നിന്ന് ആ തിക്കും തിരക്കിലും നിന്നേച്ച് അവൻ ലാസ്റ്റ് ചാടി കയറി താച്ചാനെ കാണാനായിട്ട് ഇങ്ങനെ ചെന്ന് ഇങ്ങനെ നിൽക്കുക. ആരാണ്ട് ഇങ്ങനെ പിടിച്ച് എടുക്കുന്നു. അത്രത്തോളം സ്നേഹമാണ് ചെറുക്കോ വിഷം മാറിയിട്ടില്ല. ചെറുക്കോ ഇല്ല. ഇവിടുത്തെ പെങ്കൊച്ചാണെങ്കിൽ ഇവനെന്നും പറഞ്ഞ് ചത്ത് കിടക്കുക. അതെ ഇവന്റെ സ്നേഹം എന്നാന്നുള്ളു. അന്നേരം താച്ചാനോട് ഭയങ്കര സ്നേഹമായിരുന്നു. എവിടെയെങ്കിലും പോയിച്ച് വന്നു കഴിഞ്ഞാൽ ഉച്ചി മുതൽ ഉള്ളംകാലം വരെ അവന് ഉമ്മ കൊടുക്കും. ഉമ്മ കൊടുത്താൽ ഞാൻ പറഞ്ഞ താച്ച ഒന്നാമത് താച്ചന് സുഖമില്ലാത്തതല്ലേ. അതിനൊന്നും കുഴപ്പമില്ലടി, പട്ടി നമ്മൾ വളർത്തുന്നല്ലേ എന്ന് പറഞ്ഞു.
അങ്ങനെ ഉമ്മ കൊടുത്ത് നമ്മളിപ്പം പിള്ളേർക്ക് എന്തെങ്കിലും വരുമ്പോ കൊണ്ടുവരികയല്ലോ പൊതിക്കെട്ട്, അതുപോലെ അവനൊരു പൊതി കൊണ്ടേ വരത്തുള്ളൂ. അതവന് പരിപ്പ് വടയാ വേണ്ടത്. പരിപ്പ് വടയും കട്ട്ലേറ്റും വൈകിട്ട് 5 മണിയാകുമ്പോൾ അവന് കിട്ടിയിരിക്കണം. അത് കൊടുത്ത് അന്ന് പോകാൻ ഒക്കുന്നില്ലെങ്കിൽ മുണ്ടേ പിടിച്ചിട്ട് വലി തുടങ്ങും. വയ്യാതായപ്പോൾ ആരെ കൊണ്ടേലും മേടിപ്പിക്കും. അല്ല താച്ചാൻ സൈക്കിളിൽ പോയി മേടിച്ചിട്ട് എത്രാമത്തെ വയസ്സിലാണ് നമുക്ക് കിട്ടുന്നത് ടൈഗറിനെ? കണ്ണു തുറന്നിട്ടില്ല. വഴിന്ന് കിട്ടുന്നത് വഴി നിർത്തോണ്ട് വന്നു. നാടൻ പട്ടി ധരിക്കുന്ന അന്ന് ആ ജനലിന്റെ അവിടെ ചെന്ന് നിന്ന് കൈ പിടിച്ച് നിന്ന് വലിയ വായിലും കരഞ്ഞു. എല്ലാരും ഭയങ്കര നിലവിളിയായിരുന്നു. അന്ന് രാത്രിയെല്ലാം മരിച്ചു. ഇപ്പോഴും ആ മുറിയിലേ കിടക്കത്തുള്ളൂ, ആ കട്ടിലല്ലേ കിടക്കത്തുള്ളൂ. മരിച്ചു കഴിഞ്ഞ് അന്ന് രാത്രിയിൽ തലവണയെല്ലാം മണപ്പിച്ചേച്ച് നിന്ന് കരയാൻ തുടങ്ങി. അമ്മനൊന്നും ആർക്കും ഒരു സ്നേഹബന്ധം, സഹോദരങ്ങൾ തമ്മിലില്ല ഇത്ര വലിയ ബന്ധം. ആ കാലത്താണ് ഈ നായയുടെ പ്രസക്തി. നേരത്തെ ആ ബെഡ് ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റിലേ കിടക്കത്തുള്ളൂ. എൻ്റെ കൂടെ വന്ന് അവിടെ കിടക്കും. സന്ധ്യ ഒരു 10 മണി വരെ ഇവിടെ കിടക്കും. 10 മണിയാകുമ്പോൾ ഞാൻ കിടക്കുന്നിടത്ത് വന്ന് ആ കമ്പിളി ഇട്ട് താഴെ കൊടുക്കും. ആ കമ്പിളിയിൽ കിടക്കും. പിന്നെ പാതിരാത്രി ആകുമ്പോൾ ഈ കട്ടിലേക്ക് കിടക്കും. എന്നാലും ഈ മുറി വിടത്തില്ല, പകലല്ലേ കുത്തേ കിടക്കും. ഞാനെനിക്ക് പോകരുത്, പേടിയാണോ എന്തോ ഒരു വിഷമോ. ഇതൊക്കെയല്ലേ അമ്മ യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറഞ്ഞു. മനുഷ്യന് പോലും ഇല്ല, മനുഷ്യന്മാർക്ക് പോലും ഇല്ല എത്ര സ്നേഹം. ആർക്കും വിശ്വസിക്കത്തില്ല ഇങ്ങനെ പട്ടിയുടെ സ്നേഹം. തന്റെ യജമാനന്റെ വിയോഗ വാർത്ത അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ ഒന്ന് കുറച്ചിട്ടില്ല. ആര് വന്നാലും പറയുകയില്ല. അല്ലെ ആരെ കേട്ടത്തില്ല അതിരേലവന്. ആ ഗേറ്റ് തുറന്ന അവൻ വെല്ലുവില കടിച്ചില്ലേലും ഭയങ്കര കൊര കേട്ട മനുഷ്യൻ പേടിച്ചു പോകും. എല്ലാരും പറയും തങ്കച്ചാന്റെ പട്ടിയുടെ കൊര കേട്ടാ മതിയല്ലോ. അത് പോയിട്ട് ഇപ്പം കൊരയില്ല, കഴുപ്പും ഇല്ല, ഒന്നും ഈ കിടപ്പ്.